നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഇവരുടെ കർമ്മഫലം എന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ട് ധാരാളം അനുഭവങ്ങൾ വന്നു ചേരും. ഈ മാതാപിതാക്കൾക്ക് ആ ഒരു ഭാഗ്യമുണ്ടാകും. തൻ്റെ മക്കൾ ഇവരെ പൊന്നുപോലെ നോക്കും. അത്രയേറെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരായിരിക്കും ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഈ അച്ഛന്മാരുടെ മക്കൾ. മക്കളെ കൊണ്ട് ഏറ്റവും അധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്കറിയാം. ഈ മക്കളുമാർ ആ അമ്മയെയും അച്ഛനെയും പൊന്നുപോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ മക്കൾക്കും ഭാഗ്യം ഏറെയാണ്. ഈ മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാഗ്യം ഒരുപാടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സന്താനങ്ങളാൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന വാർദ്ധക്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും കഴിയാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് മക്കളെ കൊണ്ട് സൗഭാഗ്യമായിരിക്കും, സ്വസ്ഥതയായിരിക്കും, സമാധാനമായിരിക്കും വന്നു ചേരുക. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനാ വിഷയവും പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായി എഴുതിയെടുത്ത് പൂജാവേളയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കളാൽ ഈ ഭാഗ്യം അവർക്ക് വന്നു ചേരും. ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. മക്കളാൽ വിദേശയോഗം, ധാരാളം ധനം, സ്വസ്ഥത, സമാധാനം, സന്തോഷം ഇവയൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വാർദ്ധക്യകാലത്തിൽ ലഭ്യമാകും. അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾ അശ്വതി നക്ഷത്ര ജാതകരെ നല്ലവണ്ണം സംരക്ഷിക്കും. സമൃദ്ധിയാണ്, സന്തോഷമാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾക്കും ഐശ്വര്യമാണ്. ഇവരുടെ ജീവിതത്തിൽ കുറേ ഭാഗ്യങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് വാർദ്ധക്യത്തിൽ വലിയൊരു അനുഭവമാണ് വന്നു ചേരുന്നത്. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. മക്കളാൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗം ഇവർക്ക് വന്നു ചേരും. ഇവർക്കും ദുഃഖവും ദുരിതവും സങ്കടവും ഒക്കെ ആവാം. പക്ഷേ ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരും. ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്നത് വാർദ്ധക്യത്തിലാണ്. ഇവർക്ക് സന്തോഷം, സമാധാനമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശ യാത്രകളൊക്കെ നടത്താൻ സാധിക്കും. അതിനുള്ള യോഗവും മകയിരം നക്ഷത്ര ജാതകർക്കുണ്ട്. മകയിരം നക്ഷത്ര ജാതകരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി, കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ലഭ്യമാകും. അതുപോലെ തന്നെ വിദേശവാസവും ഉണ്ടാകും. മകയിരം നക്ഷത്ര ജാതകരിൽ പിറന്ന മക്കൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്നു. അവർ തങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ മക്കളൊക്കെ വലിയ നിലയിൽ എത്തിച്ചേരും. ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്ക് വാർദ്ധക്യകാലത്ത് എത്തുന്നതാണ്. ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് വാർദ്ധക്യകാലം. ഏറ്റവും അധികം അനുഭവം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് പുണർദം. പുണർദം നക്ഷത്രം മക്കളാൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുന്നതാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് ലോകത്തിന്റെ ഏത് കോണിലാണ് മക്കളെങ്കിലും അവിടേക്ക് പുണർദം നക്ഷത്രക്കാരെ മക്കൾ കൊണ്ടുപോകും. അടുത്ത നക്ഷത്രം മൂലമാണ്.
മക്കളാൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഭാഗ്യമുള്ള നക്ഷത്രമാണ് മൂലം. മൂലം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യമാണ് വാർദ്ധക്യകാലത്തിൽ വന്നു ചേരുന്നത്. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ഭാഗ്യം തുടങ്ങും. പിന്നെ അടിവെച്ച് ഉയർച്ചയിലെത്തിയിരിക്കും. പിന്നെ ഇവരെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി, എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഇവർക്ക് ഇവരുടെ വാർദ്ധക്യകാലത്ത് ലഭിക്കുന്നതായിരിക്കും. മറ്റാർക്കും ലഭിക്കാതെ പോയ പല നല്ല അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. വാർദ്ധക്യകാലത്തായിരിക്കും ഇവർക്ക് ഇതിനുള്ള അവസരം ലഭിക്കുക. 8ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. മക്കളാൽ സൗഭാഗ്യം ഒരുപാട് അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് ഉത്രാടം നക്ഷത്രക്കാർ. ഉത്രാടം നക്ഷത്ര ജാതകർ വാർദ്ധക്യത്തിൽ വളരെ വലിയ രീതിയിൽ സൗഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖ സങ്കടങ്ങളും മാറുകയും വാർദ്ധക്യകാലത്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും രോഗ ദുരിതങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കഴിയുവാൻ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ ഉത്രാടം നക്ഷത്ര ജാതകരുടെ മക്കൾ അവരെ വിദേശത്ത് കൊണ്ടുപോകും. ഇതിൽ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചിടണം. അടുത്ത നക്ഷത്രം പൂരൂരുട്ടാതിയാണ്. പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ മക്കളാൽ സൗഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നതാണ്. ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച, സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ച പൂരൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വയസ്സാങ്കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അവർ ആഗ്രഹിച്ചതിനും പുറമെയുള്ള നല്ല കാര്യങ്ങളായിരിക്കും അവർക്ക് ജീവിതത്തിൽ ലഭിക്കുക. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. മക്കളാൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുന്ന, ജീവിതത്തിൽ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വാർദ്ധക്യകാലത്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കുവാൻ യോഗം ചേരുന്ന ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർ. ഇവർക്കും പ്രായമാകുമ്പോൾ ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അനാവശ്യ ശാഠ്യമില്ലാതെ, അനാവശ്യ സംസാരങ്ങളില്ലാതെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ യോഗം വന്നു ചേരുന്നു. ഇവരുടെ കഷ്ടതകളൊക്കെ മാറുകയാണ്. മക്കൾ വലുതാകുമ്പോഴായിരിക്കും മക്കളാൽ ഭാഗ്യം അനുഭവിക്കുവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നത്. അത്രയധികം നേട്ടത്തിലേക്കായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ എത്തിച്ചേരുന്നത്. ഇവർക്കിനി ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.